ഹായ് ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ASFBയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ സെഷനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരങ്ങളൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങൾക്ക് കുറെ അറിയാമോ, അല്ലെങ്കിൽ എത്രയെങ്കിലും തെറ്റിയോ, ഇതൊക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സോഷ്യൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. സംസ്ഥാനം ഏതായിരുന്നു? കേരളമാണോ, ഹിമാചൽ പ്രദേശ് ആണോ, ഉത്തർപ്രദേശ് ആണോ, ത്രിപുരയാണോ? ഏതാണ് വരുന്നത്? ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഏതാണ് വരുന്നത്? ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സംസ്ഥാനം? ഏതായിരുന്നു വരുന്നത്? ഇപ്പൊ 2009 ശരിക്കും എന്തായിരുന്നു ഇത് വരുന്നത് അല്ലെ? ആർക്കെങ്കിലും ഉത്തരം അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ റെക്കോർഡ് സെഷൻ കാണുന്ന ആൾക്കുട്ടികളാണ്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ താഴെ കമന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒന്ന് ഇതാണ് ആൻസർ കണ്ടെത്തി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ഓക്കെ, ആൻസർ നോക്കാം. ഏതാ വരുന്നതെന്ന്? കേരളമാണ്. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. ഏതായിരുന്നു? കേരളമാണ് ആദ്യമായിട്ട് വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കേരളമാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു എന്നാണ് ചോദ്യം. JB കൃപാലിനി, GV മാവലങ്കർ, ഗുൽസരിലാൽ നന്ദ, ജോൺ മത്തായി. ആരായിരുന്നു ലോകസഭയിലെ ആദ്യത്തെ സ്പീക്കർ? ഉത്തരം അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആരായിരുന്നു ലോകസഭയിലെ ആദ്യത്തെ സ്പീക്കർ? ആരായിരുന്നു? ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യുക. ആരായിരുന്നു ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ? ആരായിരുന്നു ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ? ആൻസർ നോക്കാം. ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ GV മാവലങ്കർ ആണ്. ഓക്കെ, GV മാവലങ്കർ ആണ് ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ. GV മാവലങ്കർ ആണ് കേട്ടോ. ഇനി അടുത്ത നമുക്ക് നോക്കാം. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം, 7 വർഷം, 5 വർഷം, 4 വർഷം? എത്ര വർഷമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി? ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? എത്ര വർഷമാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി? ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ A ആണ്. 6 വർഷമാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി കേട്ടോ. 6 വർഷമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി. 6 വർഷമാണ്. അടുത്തത്, അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. രാജ്യസഭ അംഗത്തിന്റെ കാലാവധിയാണ്, രാജ്യസഭയുടെ കാലാവധി അല്ല. കാരണം രാജ്യസഭ എന്ന് പറയുന്ന ഒരു പെർമനന്റ് ഹൗസ് ആണ്. അത് ഡിസോൾവ് ചെയ്യുന്നില്ല. എല്ലാ 2ാമത്തെ വർഷവും അതിലെ 1/3 റിട്ടയർഡ് ആവുകയും 3ാമത്തെ വർഷം റീഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കാരണം രാജ്യസഭ അംഗത്തിന് മാത്രമാണ് കാലാവധി, രാജ്യസഭയുടെ കാലാവധി അല്ല. രാജ്യസഭ ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിരമായിട്ടുള്ള സഭയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം,
ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? JB കൃപാലിനി, GV മാവലങ്കർ, ഗുൽസർലാൽ നന്ദ, M അനന്തശയനം അയ്യങ്കാർ. ആരാണ്? ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആൻസർ നോക്കാം. ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ M അനന്തശയനം അയ്യങ്കാർ ആണ്. M അനന്തശയനം അയ്യങ്കാർ ആണ് ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. അടുത്തത്, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോൺ മത്തായി, CM സ്റ്റീഫൻ, R ശങ്കർ, KR നാരായണൻ. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി ആര് എന്നാണ് ചോദ്യം. ജോൺ മത്തായി, CM സ്റ്റീഫൻ, R ശങ്കർ, KR നാരായണൻ. ആരാണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി? ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. CM സ്റ്റീഫൻ ആണ്. CM സ്റ്റീഫൻ ആണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി. അടുത്തത്, നഗരസഭ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാവണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വയസ്സ് പൂർത്തിയാവണം? നഗരസഭ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സാണ് പൂർത്തിയാകുന്നത്? എത്ര വയസ്സാണ് നഗരസഭ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പൂർത്തിയാകേണ്ടത്? പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, RRB ഗ്രൂപ്പ് ഡിയുടെ നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് February 22 ആണ്. അപ്പൊ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ JI20 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റുകളും സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സും എല്ലാം ഉള്ള ഒരു കോഴ്സാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 21 വയസ്സാണ് വരുന്നത്. അതുപോലെ തന്നെ നഗരസഭ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. എല്ലാവർക്കും ഡൗട്ട് ആണ് അത് സ്റ്റേറ്റ് ആണോ യൂണിയൻ ആണോ എന്ന്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് വരുന്നത്. അടുത്തത്, സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉയർന്ന പ്രായപരിധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 60, 63, 65, 70 വയസ്സ്. ഉയർന്ന പ്രായപരിധി എത്രയാണ് എന്നാണ്. ഉയർന്ന പ്രായപരിധി എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉയർന്ന പ്രായപരിധി എത്രയാണ്? ആൻസർ നോക്കാം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 65 വയസ്സാണ്. 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രായപരിധി. അത് ഹൈക്കോടതി ആവുമ്പോൾ എന്തായിരുന്നു? 62 വയസ്സായിട്ട് ചുരുങ്ങുന്നു. ഹൈക്കോടതി ആവുമ്പോൾ 62 ആയിട്ടാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ആണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷിലാണ്. അതുപോലെ എത്ര കാലാവധി, ഇപ്പൊ 5 വർഷം 4 വർഷം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ മിനിമം എത്ര ഏജ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഏജും എന്തായിരുന്നു ഭരണഘടനയിൽ പറയുന്നില്ല. മാക്സിമം മാത്രമേ പറയുന്നുള്ളൂ. അത് 65 വയസ്സാണ് സുപ്രീം കോടതി. ഹൈക്കോടതി ആകുമ്പോൾ 62. അടുത്ത, എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? 30, 25, 35, 21 വയസ്സ്. എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പിലും എന്തായിരുന്നു? ഓരോ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ രാജ്യസഭയുടെ കാര്യത്തില് എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ്
എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30, 25, 35, 21. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ എ 30 വയസ്സാണ്. ആൻസർ ഓപ്ഷൻ എ എന്തായിരുന്നു? 30 വയസ്സാണ്. അപ്പൊ എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? 30 വയസ്സ് പൂർത്തിയായവർക്കാണ്. 30 വയസ്സ് പൂർത്തിയായവർക്കാണ്. ഇനി അത് ലോകസഭ എന്ന് പറയുമ്പോൾ അത് 25ആണ്. 25ആണ് ലോകസഭ. ഇനി 21 വയസ്സ് നമുക്കറിയാം ലോക്കൽ സെൽഫ് ഗവൺമെന്റിലാണ്. അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്തൊക്കെ 21 വയസ്സാണ് വരുന്നത്. ഇനി ഒരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആവാനുള്ള ഏജ് ലിമിറ്റ് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 35 വയസ്സാണ്. ഗവർണർ ഒക്കെ ആവാനുള്ള ഏജ് ലിമിറ്റ് എത്രയായിരുന്നു? 35 വയസ്സാണ് കേട്ടോ. അടുത്തത്, എന്തിനെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്? മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല, മൗലിക അവകാശങ്ങൾ. എന്തിനെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മൗലിക കടമകളെയാണോ, നിർദ്ദേശക തത്വങ്ങളെയാണോ, മൗലിക അവകാശങ്ങളെയാണോ, അതോ ഒന്നുമല്ലേ? എന്തിനെയാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ പറയുന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 395, 444, 390, 452. ഇതില് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് വകുപ്പുകളുടെ എണ്ണം? യെസ്, ആൻസർ നോക്കാം. നമ്മൾക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ കറന്റിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വകുപ്പുകൾ ഇങ്ങനെ ആർട്ടിക്കിൾസ് മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സ്ഥിരമായിട്ടുള്ള ആർട്ടിക്കിൾ 1949 നവംബർ 26 അഡോപ്റ്റ് ചെയ്തപ്പോ 395 ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. 395 അതാണ് പറഞ്ഞത്. അടുത്തത്, ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ എന്താണ്? ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ 1011, 1098, 9810, 1198. ഏതാണ് ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ? നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. കോഡ് മറക്കണ്ട. ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാണിക്കുക. അല്ലെങ്കിൽ വേറൊരു എമൗണ്ട് ആയിരിക്കും, 1800 ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക കേട്ടോ. ബൈ ചെയ്യരുത്. അതിനു മുമ്പ് ഈ കോഡ് അപ്ലൈ ചെയ്യണം, എന്നിട്ട് ബൈ ചെയ്താൽ മതി കേട്ടോ. JIJI20 എന്ന് പറയുന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് ബൈ ചെയ്താൽ മതിയേ. അത് മറക്കണ്ട. അതായത് വീണ്ടും പറഞ്ഞിട്ട്, കാരണം കുറെ പേര് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബൈ ചെയ്യുമ്പോഴേ നമ്മളിപ്പോ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് അതല്ല അവിടെ പോകുമ്പോൾ കുറച്ച് കൂടുതലാണെന്ന് വിചാരിക്കില്ലേ. അപ്പൊ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കുന്നവർക്കാണ് അങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്നത്. ആൻസർ നോക്കാം. 1098 ആണ് ആൻസർ. 1098 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്? 1, 2, 3, 4. എത്ര അംഗങ്ങളാണുള്ളത്? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. യെസ്, നമുക്ക് ആൻസർ നോക്കാം. ഏതായിരുന്നു? 3 ആണ് വരുന്നത്. 3 ആണ് വരുന്നത്. സി ആണ്. അപ്പൊ 3 എന്ന് പറയുമ്പോൾ ഇതിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ചോദിച്ചാൽ രാജീവ് കുമാർ ആണ് കേട്ടോ.
രാജീവ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ ഇദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകുമ്പോൾ എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷണർ ആണ്. ഒന്ന് ജ്ഞാനേഷ് കുമാർ ആണ്. ഓക്കെ, ഒന്ന് ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ്. ഗണേഷ് അല്ല, ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ജ്ഞാനേഷ് കുമാർ ആണ് ഒന്ന് വരുന്നത്. അടുത്തത് സുഖ്ബീർ സിംഗ് സന്ധു ആണ്. ഓക്കെ, സുഖ്ബീർ സിംഗ് സന്ധു ആണ് അടുത്തത്. സുഖ്ബീർ സിംഗ് സന്ധു ആണ് അടുത്തൊരാൾ വരുന്നത്. സുഖ്ബീർ സിംഗ് സന്ധു. ഓക്കെ, സുഖ്ബീർ സിംഗ് സന്ധു ആണ് അടുത്തൊരാൾ. അങ്ങനെ 3 പേരാണ് വരുന്നത്. അടുത്തത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി എന്നീ അംഗീകാരങ്ങൾ നൽകുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, സുപ്രീം കോടതി. ആരാണ് നൽകുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി എന്നീ അംഗീകാരങ്ങൾ നൽകുന്നത് ആരാണെന്നാണ് ചോദ്യം. ആരാണ് അംഗീകാരങ്ങൾ നൽകുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, സുപ്രീം കോടതി. ആൻസർ നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓരോ ലാസ്റ്റ് നടന്ന ഇലക്ഷന്റെയും പെർഫോമൻസ് അനുസരിച്ച് ഒരു പാർട്ടിക്ക് അത് ദേശീയ പാർട്ടിയാണോ, സംസ്ഥാന പാർട്ടിയാണോ, അല്ലെങ്കിൽ റീജിയണൽ പാർട്ടിയാണോ. റീജിയണൽ പാർട്ടി എന്ന് പറയുമ്പോൾ സംസ്ഥാന പാർട്ടിയാണ്, നാഷണൽ പാർട്ടി എന്ന് പറയുമ്പോൾ ദേശീയ പാർട്ടിയാണ് വരുന്നത്. ഓക്കെ, ഓൾ ഇന്ത്യ പാർട്ടി എന്ന് പറയുമ്പോഴും നാഷണൽ പാർട്ടിനെയാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, ലോകസഭ നിലവിൽ വന്നത് എന്നാണ്? 1950 ഏപ്രിൽ 17, 1950 ഏപ്രിൽ 18, 1952 ഏപ്രിൽ 18, 1952 ഏപ്രിൽ 17. എപ്പോഴാണ് ലോകസഭ നിലവിൽ വന്നത്? ആൻസർ നോക്കാം. ലോകസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17 രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3 രാജ്യസഭ എന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിൽ വരുന്നത്. അടുത്ത, ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? കേരളം, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ത്രിപുര. ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? 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 ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് ആണ് ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. ഉത്തർപ്രദേശ് ആണ് കേട്ടോ. അടുത്തത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 323, 324, 325, 326. ഇതിൽ ഏതാണ് സാർവത്രിക വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്
26 വരുന്നത്. അടുത്തത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യപ്പെടുന്ന ഘട്ടം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ വായന, രണ്ടാം വായന, മൂന്നാം വായന, നാലാം വായന. ഏതായിരുന്നു വരുന്നത്? അതായത് ഒന്നില്ലെങ്കിൽ പാസ്സാക്കുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. ഏതാണ് വരുന്നത്? പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന ഘട്ടം ഏതാണ്? ആൻസർ നോക്കാം. മൂന്നാം വായനയാണ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലികാവകാശങ്ങൾ എത്രയാണ്? 5, 6, 7, 8. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലികാവകാശങ്ങൾ എത്രയാണ്? എത്രയാണ് വരുന്നത്? ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലികാവകാശങ്ങൾ എത്രയാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, 6 ആണ് വരുന്നത് കേട്ടോ. നേരത്തെ 7 ഉണ്ടായിരുന്നു. സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് 300A കൊണ്ട് പാർട്ട് 12 കൊണ്ടിട്ടു നമ്മൾ കേട്ടോ. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 16 വയസ്സായിട്ട് കുറച്ച് വർഷം, 18 വയസ്സായിട്ട് കുറച്ച് വർഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് വർഷം ഏത്? ആൻസർ നോക്കാം. 1989 ആണ്. 61ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ് ഇത് കുറച്ചത്. അടുത്തത്, വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധിയായ അംബാസിഡർമാരെ നിയമിക്കുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, സുപ്രീം കോടതി. ആരാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, രാഷ്ട്രപതിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു RRB ഗ്രൂപ്പ് ഡി അപേക്ഷിക്കാനുണ്ടെങ്കിൽ ഇനി അപേക്ഷിക്കാൻ മടിക്കരുത്, പെട്ടെന്ന് തന്നെ അപേക്ഷിച്ചോളൂ. ഫെബ്രുവരി 22-നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഫീസ് വരുന്നത് 1499 രൂപയാണ്. ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നത്. 20% ഡിസ്കൗണ്ട് കിട്ടും ഈ കോഡ് ഉപയോഗിക്കുമ്പോൾ. JIJI20 ജിജി എന്റെ പേരാണ്. 20 അടിച്ചാൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോ ആദ്യം നിങ്ങളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എമൗണ്ട് കൂടുതലായിട്ട് ചിലപ്പോൾ കാണിക്കും. അതായത് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓൾ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഓൾ കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എടുക്കുമ്പോൾ 1800 ഒക്കെ കാണും. അപ്പൊ നേരെ ചാടി കയറി ബൈ ചെയ്തേക്കരുത്. റീഡ് മോർന്ന് കൊടുത്തിട്ട് ഹാവ് എ കൂപ്പൺ കോഡ് എന്നുണ്ടാവും. അവിടെ എന്തായിരുന്നു JIJI20 എന്ന് അടിക്കുക. എന്നിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാല് ഇത്രയും കോഴ്സ് ഫീസ് ഇത്രയായിട്ട് കുറയും, 1490 രൂപയായിട്ട് കുറയും. എന്നിട്ട് ബൈ നൗ കൊടുക്കുക. എന്നിട്ട് ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, പറഞ്ഞാൽ മതി യൂട്യൂബില് കണ്ട് വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മതി. ഈ നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ശരി.